പ്രധാനമന്ത്രി മോദിയുടെയും ബി.ജെ.പിയുടെയും പ്രതീക്ഷകൾ തകർത്തെറിയുന്നതായിരുന്നു 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എന്നിട്ടും ഫലം വന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മോദി നടത്തിയ പ്രസ്താവന എൻ.ഡി.എക്ക് ചരിത്രപരമായ മൂന്നാം ഊഴമെന്നായിരുന്നു. 2019-ൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 63 സീറ്റ് കുറഞ്ഞത് 240 സീറ്റിൽ എത്തിച്ചേർന്നെങ്കിലും ഇന്നത്തെ സർക്കാരിന് ഭൂരിപക്ഷമുണ്ടെന്ന വ്യാജ സന്ദേശം കൊടുക്കാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചത്. പ്രതിപക്ഷത്തിന് മൊത്തത്തിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് കരസ്ഥമാക്കിയ സീറ്റിനൊപ്പം എത്താനായില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്ത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് മോദി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. 2014-ലും 2019-ലും എന്ന പോലെ തന്നെയായിരിക്കും തന്റെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ കൂട്ടുകക്ഷി സർക്കാരും പ്രവർത്തിക്കുക എന്ന പ്രതീതി നിർമ്മാണമാണ് മോദി ആദ്യ ദിനങ്ങളിൽ നടത്തിപ്പോന്നിരുന്നത്. പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹ്താബിനെ തീരുമാനിച്ചതും സ്പീക്കറായ ഓം ബിർളയെ തന്നെ രണ്ടാമതും പദവി നൽകിയതും ആഭ്യന്തര, പ്രതിരോധ, ധന, വിദേശമന്ത്രിമാരായി മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളെ തന്നെ നിയമിച്ചതും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് രണ്ടാമൂഴം നൽകിയതും ഉള്ളടക്കത്തിലും രൂപത്തിലും ഒന്നും രണ്ടും മോദി സർക്കാരിന്റെ ആവർത്തനം തന്നെയായിരിക്കുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറി 100 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒന്നും രണ്ടും മോദി സർക്കാരും കൂട്ടുകക്ഷി നേതൃത്വത്തിലുള്ള മൂന്നാം മോദി സർക്കാരും രൂപത്തിലും ഭാവത്തിലും വേറിട്ട് നിൽക്കുകയാണെന്ന് അതിന് നേതൃത്വം നൽകിയവർക്ക് തന്നെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ബി.ജെ.പിക്ക് തങ്ങളുടേതായ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ടി.ഡി.പി, ജെ.ഡി.യു എന്നിവർ നൽകിയ നിർണായക പിന്തുണയിലാണ് ഭരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഏത് കൂട്ടുകക്ഷി സർക്കാരിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ശക്തമായ പ്രതിപക്ഷത്തെയാണ് ഇത്തവണ മോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ശക്തമായ പ്രതിപക്ഷത്തെ പിന്താങ്ങിക്കൊണ്ടായിരുന്നു ജനങ്ങൾ വിധിയെഴുതിയത്. തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്ന 10 വർഷവും മോദിയും അമിത്ഷായും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അതേപോലെ നടപ്പിലാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ് ഒഴിവാക്കുക മാത്രമല്ല ഇവർ ചെയ്തത്, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അതിനെ വിഭജിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മുത്തലാഖ് ബിൽ പാസാക്കുകയും തൊഴിലാളികൾ വർഷങ്ങൾ നീണ്ട സമരത്തിലൂടെ കരസ്ഥമാക്കി വെച്ച പല അവകാശങ്ങളും ജലരേഖയാക്കി മാറ്റുന്ന 4 കോഡുകളും പാസാക്കി. ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് നടത്താൻ മോദി സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് ഓഗസ്റ്റ് 22-ന് ദ ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിന്റെ കാരണം പറഞ്ഞ് 2021-ലെ സെൻസസ് നടത്തുന്നതിൽ നിന്നും പിന്നോട്ട് പോയ സർക്കാരിനെതിരെ വൻ വിമർശമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. വസ്തുതകളെയും കണക്കുകളെയും ഭയപ്പെടുന്ന സർക്കാരാണിതെന്ന ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ ജാതി സെൻസസ് നടത്തണമെന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ആവശ്യത്തോടും വിമുഖത പുലർത്തുന്ന സർക്കാർ ഇപ്പോൾ അതിനും തയ്യാറായേക്കുമെന്നാണ് പത്രങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂട്ടുകക്ഷി സർക്കാരിനാണ് താൻ നേതൃത്വം നൽകുന്നതെന്നും തീരുമാനങ്ങൾ കഴിഞ്ഞ 10 വർഷമെന്ന പോലെ ഏകപക്ഷീയമായി എടുക്കാനാകില്ലെന്നും പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ വെളിപാടുണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി മോദിക്കും സംഘപരിവാറിനും മെല്ലെയാണെങ്കിലും സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.